Hello everyone, welcome to Mahima's cooking class. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്, തലപ്പാക്കട്ടി ബിരിയാണി. അപ്പം തലപ്പാക്കട്ടി സ്റ്റൈൽ ഒത്തിരിയും പേര് കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ തമിഴ്നാട് സൈഡിലോട്ടൊക്കെ പോയി, ബാംഗ്ലൂർ, ഒത്തിരി ചെയിൻ ഓഫ് ഹോട്ടൽസാണ് തലപ്പാക്കട്ടി എന്ന് പറയുന്നത്. അപ്പം അവിടെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ബിരിയാണി എൻ്റെ വേർഷനിൽ നമുക്ക് കാണാം. അപ്പം അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം നമുക്കത് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 500 grams ചിക്കനാണ്. ഇതിലേക്ക് ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, തൈര് 4 ടേബിൾ സ്പൂൺ തൈര്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് കൂടി ഇടണം. ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കുക. ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ജീരശാല അരിയാണ്. അത് 2 cups എടുത്തേക്കുന്നത്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തലപ്പാക്കട്ടി മസാല ഉണ്ടാക്കണം, ബിരിയാണി മസാല. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലിയായിട്ട് 1 ടേബിൾ സ്പൂൺ, 2 ചെറിയ കഷ്ണം സിനമൺ, ഒരു വലുതും ഒരു ചെറിയ പീസും ഇട്ടേക്കുന്നത്. ഓക്കെ, 3 ഏലയ്ക്ക, സ്റ്റാർ അനീസിൻ്റെ പകുതി, തക്കോലത്തിൻ്റെ പകുതി, മെയ്സ് ജാതിപത്രിയുടെയും ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 3/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ജീരകം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 8 ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ കൽപ്പാസി, നമ്മൾ സാധാരണ വലിയ പോപ്പുലറായിട്ട് ഉപയോഗിക്കാത്തൊരു സാധനമാണ് കൽപ്പാസി. ഇത് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഇതും ഇതിനകത്തേക്ക് ഇടുക. ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന സ്പൈസായിട്ട് ചൂടാക്കുന്നില്ല, അല്ലെങ്കിൽ ചൂടാക്കിയാൽ പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും. ഓക്കെ, ഇത് ഫുള്ളായിട്ട് പൊടിഞ്ഞിട്ടില്ല. ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ട്. അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതോടിട്ട് നന്നായിട്ട് പൗഡർ ചെയ്യുക. ഇതാണ് തലപ്പാക്കട്ടി ബിരിയാണി മസാല. പ്രത്യേക ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പം അത് റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. ഈ മസാല ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, സെയിം മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ അരയ്ക്കുന്നത് 1 കപ്പ് ചുമന്നുള്ളിയോ സവോള വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് ചുമന്നുള്ളി, ഒരു 3 പച്ചമുളക്, അത് എരിവ് അനുസരിച്ചിട്ട് 3 തൊട്ട് 5 വരെയൊക്കെ ഉപയോഗിക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം ഗാർലിക് ആൻഡ് ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ ഈച്ച്. കൊറിയാൻഡർ ലീവ്സ് ഒരു ചെറിയ പിടി, അതിലും ചെറിയ പിടിയായിട്ട് വളരെ കുറച്ച് മിൻറ്റ് ലീവ്സ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പോട്ട് വെക്കുക കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ഇടും. അത് 2 ഏലക്ക, ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല, അണിയൻ പേസ്റ്റ്. ആ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക.
ഇതിലേക്ക് കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പം സോൾട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തേക്കും കുറച്ച് ഉപ്പ്. മസാലയൊക്കെ മൂത്ത നല്ല മണമായി. ഇനിയും നമുക്കിതിനകത്തേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന തലപ്പാക്കട്ടി മസാല ചേർക്കാം. ഒപ്പം തന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലൊരു 5-6 മിനിറ്റ് കിടക്കണം കേട്ടോ. ആ മസാല എല്ലാം ചിക്കനിൽ കോട്ടഡ് ആകുന്ന വരെ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യണം. ഈ ബിരിയാണിയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇതിൻ്റെ ഒറിജിൻ. ഇപ്പം ഒരുപാട് ലോകം മുഴുക്കെ ഇതിൻ്റെ ഓരോ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. തലപ്പാക്കട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, ഈ മസാലയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇനി കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ കുക്ക്ഡ് അല്ലല്ലോ, ജസ്റ്റ് മസാല കോട്ടഡ് ആയിട്ടേ ഉള്ളൂ. 1/2 കപ്പ് വെള്ളം ചേർക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് ടൈം വെക്കുക. 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യും. ഈ ചിക്കൻ മസാല നമ്മൾ 10 മിനിറ്റ്സ് ആയിട്ട് കുക്ക് ചെയ്യായിരുന്നു. 10 മിനിറ്റ്സ് ആയപ്പം മാറ്റി ഇതിനകത്ത് ചിക്കൻ പീസസ് എല്ലാം മാറ്റുക. ബിക്കോസ് നമുക്കിതിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് അറിയണം. ഇതിനകത്ത് നമ്മൾ റൈസ് ഇട്ട് ഒരുമിച്ചാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ റൈസ് കുഴഞ്ഞു പോകും. അത് കറക്റ്റ് ആവാനായിട്ട് ചിക്കൻ പീസസ് എല്ലാം എടുത്ത് മാറ്റാം. ഇത് ചിക്കൻ കുക്ക്ഡായിട്ടില്ല, 10 മിനിറ്റ് കുക്കായിട്ടേ ഉള്ളൂ. ബാക്കി റൈസിൻ്റെ ഒപ്പം കിടന്ന് ബാക്കി കുക്കായിക്കോളൂ. നമ്മൾ 1/2 കപ്പ് വെള്ളമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ മൊത്തം മെഷർ ചെയ്തെടുക്കുക. അതിനകത്ത് എത്ര ഗ്രേവി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്യുക. നമുക്ക് 1.5 കപ്പ് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. തിരിച്ച് ചിക്കൻ പാനിലേക്ക് തന്നെ ഇടാം. അപ്പോൾ നമ്മൾ 2 കപ്പ് റൈസാണല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പം 1 കപ്പിന് 1.25 കപ്പ് വെള്ളം കണക്കിൽ എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 കപ്പ് എടുത്തു. ഇപ്പോൾ ഓൾറെഡി 1.5 കപ്പ് ഉണ്ട്. അപ്പോൾ ബാക്കി വെള്ളം ഒഴിക്കുക. അപ്പോൾ മൊത്തം 3 കപ്പ് വെള്ളം, 2 കപ്പ് എക്സ്ട്രാ ഞാൻ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി വെള്ളം പാലാനായിട്ട് വെക്കാം. നമ്മളിവിടെ
ജീരകശാല അരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. 2 കപ്സ്. ജീരക സംബ റൈസ് എന്നും പറയും കേട്ടോ, അത് ഉപയോഗിക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ഈ സമയത്ത് സോൾട്ട് എല്ലാം ചെക്ക് ചെയ്യുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കറി ലീവ്സ് കൂടെ ചേർക്കും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നാരങ്ങ നീര്. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്യുക. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ തുറക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയും ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം. ഓഫ് ചെയ്ത് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയും ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഞാൻ ഇതിൻ്റെ പുറത്തൊരു ചെറിയ വാഴയില കട്ട് ചെയ്തിങ്ങനെ ഇടും. ഇട്ടിട്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് വെക്കും. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നെയ്യ്, ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വെറുതെ നെയ്യ് ഒഴിച്ച് അടച്ചു വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. 2 മിനിറ്റ്സ് ഇലയൊക്കെ വെച്ച് അടച്ച്, ഇല വെച്ച് ഞാൻ മെയിൻലി അടയ്ക്കുന്നത് നല്ലൊരു മണം കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് അടച്ച് പൊക്കി നോക്കുക. ഞാൻ വാഴയിലയിലേക്ക് തന്നെ സെർവ് ചെയ്യുകയാണ്. യൂഷ്വലി നമ്മൾ തമിഴ്നാട്ടിൽ കഴിക്കുമ്പോൾ എപ്പോഴും പ്ലേറ്റിനകത്തേക്ക് ഒരു ഇലയൊക്കെ ഇട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. തലപ്പാക്കട്ടി ബിരിയാണി നമ്മുടെ റെഡിയായി. നല്ല ഭയങ്കര മണമാണ്. ഓക്കെ, നമ്മൾ ആ തമിഴ്നാട്ടിലൊക്കെ പോയി തലപ്പാക്കട്ടി കഴിക്കുന്ന അതേ ഒരു മണമാണ് ഇവിടെ. ട്രൈ ഔട്ട് ചെയ്യുക, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒപ്പം ഒരു സാലഡും, യൂഷ്വലി നമുക്കൊരു ചിക്കൻ്റെ ഒരു ഗ്രേവിയും യൂഷ്വലി നമ്മൾ കഴിക്കുമ്പോൾ സെർവ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് നമുക്കൊരു സാലഡും ഒരു പിക്കിളോടും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ ബിരിയാണി കഴിക്കാം. ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. ചിൽഡ്രൻ ബൈ.